ഹലോ എവരിവൺ ആൻഡ് ഹാപ്പി സൺഡേ ടു ഓൾ ഓഫ് യു. ഇന്ന് നമ്മളൊരു വളരെ പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റ് മാറ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ജീവിതത്തിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയം നിശ്ചയിക്കുന്ന, നമ്മുടെ ഡെസ്റ്റിനിയെ ഇമ്പാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ വേഴ്സസ് ഡിസിപ്ലിൻ എന്നുള്ളതാണ്. പൊതുവെ എല്ലാവരും മോട്ടിവേഷൻ എന്നുള്ളൊരു വാക്ക് നമ്മൾ നിത്യേന കേൾക്കുന്ന ഒരു വേർഡാണ്. മോട്ടിവേഷണൽ ക്ലാസ്, മോട്ടിവേഷണൽ വീഡിയോസ്, മോട്ടിവേഷണൽ കോച്ചിങ്, മോട്ടിവേഷണൽ സ്പീക്കർ, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഈ പദപ്രയോഗങ്ങൾ ഡെയിലി ലൈഫിൽ ഒരുപക്ഷെ നമ്മൾ ഇതിൽ നിന്ന് വളരെ പോപ്പുലറായിട്ടുള്ളൊരു മേഖലകളാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുക്കുന്ന, മോട്ടിവേഷണൽ ക്ലാസ്സസ്, കോച്ചിങ് ഇല്ലേ, മെൻറ്റേഴ്സ്, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പദപ്രയോഗങ്ങളും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും ഇന്ന് നമുക്ക് പൊതുവേ നമ്മളുടെ സൊസൈറ്റിയിലും വേൾഡിലും ഒക്കെ തന്നെ ഓൾ അറൗണ്ട് ദ വേൾഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പറയുന്നത്, ഒരു ശരിക്കും പറഞ്ഞൊരു ബിഗ് ഇൻഡസ്ട്രി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ മോട്ടിവേഷൻ? നമുക്ക് മോട്ടിവേഷനാണ് ശരിക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്നുവെച്ചാൽ ശരിക്കും ജെന്യുനായിട്ടുള്ള ഒത്തൻറ്റിക് ആയിട്ടുള്ള സക്സസ് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ, നമ്മൾ മോട്ടിവേറ്റഡ് ആകണോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണോ? ഇത് രണ്ടും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങളും ഇതിലേതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തി എന്ന രീതിയിൽ നമ്മളുടെ ലക്ഷ്യങ്ങൾ നേടുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മോട്ടിവേഷനാണോ ഡിസിപ്ലിനാണോ എന്നുള്ളതാണ് നമ്മൾ വളരെ ബ്രീഫായിട്ട് വളരെ സിമ്പിളായിട്ട് ഇന്ന് ഈ വീഡിയോയ്ക്കകത്തിൽ ഷെയർ ചെയ്യാൻ പോകുന്ന ചില നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷനാണത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്താണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ഒരു പ്രചോദനം, പെട്ടെന്ന് നമുക്കൊരു പ്രചോദനം ലഭിക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് നമുക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ, അല്ല ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്തു, ഇന്നത് എനിക്ക് നേടണം, അച്ചീവ് ചെയ്യണം എന്നുള്ള ലക്ഷ്യം എന്തുമായിക്കോട്ടെ നമുക്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ചില ആക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത്, കാരണം എല്ലാം ആക്ഷൻ ഓറിയൻറ്റഡ് ആണല്ലോ. കാരണം ഇതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻസാണ്. പ്രവൃത്തിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു നല്ല ഷേപ്പുള്ളൊരു ബോഡി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ നമ്മൾ ഹെൽത്ത് ക്ലബ്ബ്, ജിംനേഷ്യത്തിൽ പോവുക, അല്ലെങ്കിൽ സ്വയം നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് റെഗുലറായിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ്, മറ്റ് എക്യുപ്മെൻസിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആവശ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും റിക്വയർമെൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് റെഗുലറായിട്ട് വീട്ടിൽ എക്സസൈസ് എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ, നമുക്ക് ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയെ ഷേപ്പ് ആക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലപ്പോൾ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിരിക്കട്ടെ, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക, ബോഡിയെ നല്ലൊരു ഷേപ്പാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമുക്ക് ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കും, ഇന്ന് പോയേക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ജിമ്മിൽ പോയി അതെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ നമുക്ക് ഈ സെയിം മോട്ടിവേഷൻ നമുക്ക്, അല്ലെങ്കിൽ ഈ ഇൻസ്പിറേഷൻ, പ്രചോദനം നമുക്ക് നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ നമുക്ക് ഉണ്ടാകണം നിർബന്ധമില്ല തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പറയുമോ, ഇന്ന് എനിക്ക് വലിയ മൂഡില്ല, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല, നാളെ ആട്ട്. അപ്പോൾ നാളെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അന്നേരം നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കത്തില്ല, അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ മോട്ടിവേഷൻ്റെ ഒരു വിഷയം അതാണ് ശരിക്കും പറഞ്ഞാൽ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ടെമ്പററി ആണ്. ഡിസിപ്ലിൻ ആണ് ഇതിൻ്റെ സ്ഥാനത്തെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിസിപ്ലിൻ പെർമനൻ്റ് ആണ്. അപ്പോൾ മോട്ടിവേഷൻ ഒരു ഇമോഷനാണ്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സിസ്റ്റമാണ്, നമ്മുടെ ഒരു ഹാബിറ്റാണ്. മോട്ടിവേഷൻ നമ്മളെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഡിസിപ്ലിൻ ആയിരിക്കും നമ്മളെ മുന്നോട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലായിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതൊരു ചില ഹെൽത്തി ഹാബിറ്റ്സ് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില ഹാബിറ്റ്സാണ് നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും രാവിലെ നമ്മളുടെ പല്ല് തേക്കുന്ന സ്വഭാവക്കാരാണ്, ടൂത്ത് ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ദിവസം രാവിലെ പെട്ടെന്ന് ചാടി എണീറ്റ് നമ്മൾ ടൂത്ത് ബ്രഷ് ചെയ്യുന്ന ഇതല്ല.
അത് നമ്മളൊരു ഹാബിറ്റാണ്, അത് നമ്മളൊരു ഡിസിപ്ലിനാണ്, അത് നമ്മൾ ദിവസവും ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മളുടെ ജെന്യുനായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ നമുക്കിതുപോലുള്ള സക്സസ്ഫുൾ ഹാബിറ്റ്സ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് മിയർ മോട്ടിവേഷൻ മാത്രം പോരാ. മോട്ടിവേഷൻ വരും പോകും, അത് സസ്റ്റെയിൻ ചെയ്യത്തില്ല, അത് നിലനിൽക്കത്തില്ല. അത് നമുക്ക് പെട്ടെന്ന് ചില സാഹചര്യങ്ങളുടെ സപ്പോർട്ട് കൊണ്ടോ സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് തോന്നുന്നൊരു എന്താണ് പറയുന്നത് ഒരു പ്രചോദനമാണ്. ആ പ്രചോദനം വളരെ ഷോർട്ട് ലീവ്ഡ് ആയിരിക്കും, ഷോർട്ട് ടേമിൽ മാത്രമേ അത് സസ്റ്റെയിൻ ചെയ്ത് നമ്മളെ അത് മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. കാരണം അത് പെട്ടെന്ന് അപ്പിയർ ചെയ്യും, പെട്ടെന്ന് അത് വാനിഷ് ചെയ്യുകയും ചെയ്യും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ല, നമ്മുടെ ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ല. അത് ഹെൽത്തിയാണ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻ്റ് ആണ്. കാരണം നമ്മൾ ബ്രഷ് ചെയ്യുന്നത് ദിവസം രാവിലെ ബ്രഷ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഹെൽത്തിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമുക്ക് അറിയാം തീർച്ചയായിട്ടും. അല്ല നമുക്ക് ഇന്ന് രാവിലെ മൂഡ് തോന്നി, ഇന്ന് നമ്മൾ ബ്രഷ് ചെയ്തു, നാളെ രാവിലെ നമുക്ക് മൂഡ് തോന്നാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോട്ട് ഫീലിംഗ് വെൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ നമ്മളുടെ മൂഡ് എന്തായാലും, നമ്മുടെ ഇമോഷണൽ സ്റ്റേജ് എന്തായാലും, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും നമ്മൾ ഈ പറഞ്ഞൊരു ആക്ടിവിറ്റി നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞാണ്. അതുപോലെ നമ്മൾ ഏത് ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ഇതുപോലുള്ള ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഗോൾ. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഞാൻ നമ്മളുടെ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു, വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്താണ്, നമ്മുടെ ഒരു ദിവസം ഇമോഷണൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്താണ്, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് പറയുന്നത് ഒരു പെട്ടെന്നുണ്ടാകുന്ന മോട്ടിവേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനകത്തിൽ കൺസിസ്റ്റൻസി ഉണ്ടാകത്തില്ല. കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സക്സസ്, നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്ന് പറയുന്ന നമ്മളുടെ ബോഡിയെ വെൽ ഷേപ്ഡ് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. കാരണം നമ്മുടെ ആക്ടിവിറ്റിയിലെ കൺസിസ്റ്റൻസി ഇല്ല. ഓൺ അഗെയിൻ ഓഫ് അഗെയിൻ എന്ന് പറയും. ഇന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഇന്ന് ചെയ്തു, പിന്നെ കുറച്ച് ദിവസം നമ്മൾ ചെയ്യത്തില്ല, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ, നമുക്ക് മൂഡ് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ പറയുമ്പോൾ നമ്മൾ പോകും, അവർ വരുന്നില്ലെങ്കിൽ നമ്മൾ പോകത്തില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ട് നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് പോകുകയോ പോകാതിരിക്കുകയൊക്കെ ചെയ്യും. അതൊരിക്കലും നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷേ നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഡിസിപ്ലിൻ നമുക്കൊരു സിസ്റ്റം തരും. ആ സിസ്റ്റം നമുക്കുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ, അപ്പോൾ ഇത് മാത്രമല്ല, ഏതൊരു കാര്യത്തിനെക്കുറിച്ചും, ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഗോൾ നമുക്ക് നേടണമെങ്കിലും ഈ ഒരു പ്രോസസ്സ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ മോട്ടിവേഷൻ പെർമനൻ്റ് അല്ല, ഡിസിപ്ലിൻ പെർമനൻ്റ് ആണ്. മോട്ടിവേഷൻ ഇമോഷനെ അല്ലെങ്കിൽ നമ്മുടെ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും നമ്മൾ ചെയ്യാനുള്ള ആക്ടിവിറ്റി നമ്മൾ ചെയ്തിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മളിലുണ്ട്. അങ്ങനൊരു ഹാബിറ്റ് നമുക്കുണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണെന്ന് പറഞ്ഞു. അത് നമ്മളെ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. ഡിസിപ്ലിൻ നമ്മളെ മുന്നോട്ട് പോകുവാൻ, തുടർച്ചയായിട്ട് സ്ഥിരമായിട്ട് മുന്നോട്ട് പോകുവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ മോട്ടിവേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഇന്ന് നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കും, ഇൻസ്പയർഡ് ആയിരിക്കും, നാളെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആണെന്ന് പറയുന്നത്. പക്ഷേ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ മൂഡിനെയോ ഇമോഷനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തായിരിക്കത്തില്ല. ഡിസിപ്ലിനെ ബേസ് ചെയ്താണ്, അല്ലെങ്കിൽ സിസ്റ്റം ബേസ്ഡാണ് നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ നമുക്ക് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും, ചെറുതും വലുതെന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഡിസിപ്ലിൻഡ് ആണെങ്കിൽ, നമ്മൾ പൊതുവേ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? കാരണം ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പം മോട്ടിവേഷൻ നമുക്ക് വേണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മൾ മോട്ടിവേറ്റഡ് ആകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് മോട്ടിവേറ്റഡ് ആയാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വി നീഡ് സിസ്റ്റം, വി നീഡ് ഡിസിപ്ലിൻ, വി നീഡ് എ സെറ്റ് ഓഫ് ഹെൽത്തി സക്സസ്ഫുൾ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഹാബിറ്റ്സ് നമുക്കുണ്ടാകണം. ആ ഹാബിറ്റ്സിൽ കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
മൈനർ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ മൈനർ റോൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡിസിപ്ലിനും സിസ്റ്റം ഉണ്ടെങ്കിൽ അതാണ് ശരിക്കുള്ള മേജർ റോൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മോട്ടിവേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മളുടെ ലക്ഷ്യങ്ങളെ നേടുവാൻ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അതിനെ ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല, അത് നമ്മളെ ചീറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മോട്ടിവേഷൻ ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സക്സസ്ഫുൾ മീൻസ് ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, നമുക്ക് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ അത്യാവശ്യമാണ്. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അത് ഒരു ഓർഗനൈസ്ഡ് ആണത്, ഒരു ക്രമീകരണമുണ്ട്. കാരണം എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ അത് ചെയ്യുക. വാട്ട് എവർ ഹാപ്പൻസ് അറൗണ്ട് അസ്, നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ ഒരു ആക്ടിവിറ്റി ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ റെഗുലർ ബേസിസിൽ അല്ലെങ്കിൽ കോൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. ആ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും ഒരു റിസൾട്ട് ഉണ്ടാകും. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മളുടെ ലക്ഷ്യങ്ങളെ, ഗോൾസിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം മോട്ടിവേഷൻ ആണ് നമുക്ക് ഒരു തുടക്കത്തിനുള്ളൊരു അർജ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ തരുന്നതെങ്കിൽ ഡിസിപ്ലിനാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് മോട്ടിവേഷനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണ് നമുക്കെപ്പോഴും നമ്മളുടെ വിജയത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു എലമെൻറ്റ്. അതുകൊണ്ട് ഡിപ്പെൻഡ് ഓൺ എ സിസ്റ്റം, ഡിപ്പെൻഡ് ഓൺ എ ഡിസിപ്ലിൻ, ഡിപ്പെൻഡ് ഓൺ എ സെറ്റ് ഓഫ് ഹാബിറ്റ്സ് ദാറ്റ് ഈസ് ലീഡിങ് അസ് ടു അവർ ഗോൾ ഓഫ് സക്സസ്. എന്നുവെച്ചാൽ നമ്മുടെ വിജയം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പര്യാപ്തമായിട്ടുള്ള, ആപ്റ്റായിട്ടുള്ള ഹാബിറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഹാബിറ്റ്സിനെ നമ്മൾ ഫോം ചെയ്യുക, അതിനെ നമ്മൾ ഒരു സിസ്റ്റമാക്കി എടുക്കുക, അതിനെ നമ്മൾ ഡിസിപ്ലിനാക്കി എടുക്കുക, എന്നിട്ട് അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. റാദർ ദാൻ ഡിപ്പെൻഡിങ് ഓൺ മിയർ മോട്ടിവേഷൻ. ആരെങ്കിലും പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്നൊരു അർജ്, നമ്മുടെ ഇമോഷനെ ബേസ് ചെയ്ത് നമുക്കുണ്ടാകുന്നൊരു അർജുണ്ടല്ലോ, ചെയ്തേക്കാം പെട്ടെന്ന്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയേക്കാം, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട, ഡൂസ് ആൻഡ് ഡു നോട്ട്സ് നമ്മൾ ഇതിനെ ബേസ് ചെയ്താണ്, നമ്മുടെ ഇമോഷനെയും മൂഡിനെയൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന് ചെയ്യാം, നാളെ ചെയ്യേണ്ട, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചെയ്യാം, അത് നമ്മളൊരിക്കലും നമ്മുടെ സക്സസ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല, സക്സസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഡോണ്ട് ഡിപ്പെൻഡ് ടു മച്ച് ഓൺ മോട്ടിവേഷൻ അധികം ആശ്രയിക്കരുത്. ഡിപ്പെൻഡ് മച്ച് ഓൺ എ സിസ്റ്റം, ഡിപ്പെൻഡ് മച്ച് ഓൺ എ ഡിസിപ്ലിൻ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഇതാണ് നമുക്ക് മോട്ടിവേഷനും ഡിസിപ്ലിൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മോട്ടിവേഷൻ ഉണ്ടാകാതിരുന്നിട്ട് നമുക്ക് സിസ്റ്റം വേണം, ഡിസിപ്ലിൻ വേണം, അതുപോലെ തന്നെ ഹെൽത്തി സക്സസ്ഫുൾ ഹാബിറ്റ്സും വേണം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഗോൾസിനെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ടൈം പ്രൂവൺ അല്ലെങ്കിൽ ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, രീതിയാണ്. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.